ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇഷ്ടപ്പെട്ടെന്നുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള പ്രത്യേക ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് ദൈവം നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നോമ്പ് നോക്കിയിട്ട് വേണം ദൈവത്തിന് എന്തെങ്കിലും കിട്ടാൻ? ഒന്നുമില്ല. അപ്പൊ നമ്മുടെ നോമ്പ് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്താ നമുക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് നോമ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഒരുപാട് പഠനങ്ങൾ. അതായത് ക്യാൻസറിനെ സുഖപ്പെടുത്തും, ക്യാൻസർ മാറും. ക്യാൻസർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോമ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിന് ശരിപ്പെടുത്താൻ പറ്റും. ഹാർട്ടിലുള്ള ബ്ലോക്കിനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അതുപോലെ നമുക്കുണ്ടാകുന്ന ഇന്ന് വരാനിരിക്കുന്ന രോഗങ്ങൾ സുഖപ്പെടുത്താനും ഉള്ള രോഗങ്ങളെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന വല്ല രോഗങ്ങളും അതിന്റെ വല്ല കാരണങ്ങളും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ വരെ സുഖപ്പെടുത്താൻ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് പടച്ചിറപ്പ് നമുക്ക് ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലൈനിലൂടെ ഓടുന്ന ബസ്സുകളുണ്ടല്ലോ, ആ ബസ്സുകൾക്കൊക്കെ വർഷത്തിൽ ഒരിക്കലും എന്തുണ്ട് ഒരു ബ്രേക്കിന് നിർത്താൻ പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ 11 മാസം ഓടിക്കഴിയുമ്പോൾ അതിന്റെ എഞ്ചിന് അതുപോലെ തന്നെ അതിന്റെ ടയർ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തി അത് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് ഗവൺമെന്റ് അത് വീണ്ടും ഓടാൻ പറ്റുന്ന പ്രാപ്തിയുള്ള രീതിയിലേക്ക് ആക്കുന്നു. ഉണ്ടോ ഇല്ലാന്ന് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു മാസം ചെയ്യും അതിന് നിർത്തി വെച്ചിട്ട് അതിന്റെ എല്ലാ പണികളും അഴിച്ച് പണിയെടുത്ത് നന്നാക്കിയിട്ട് പിന്നെ ചെയ്യും അത് നിരത്തിൽ ഓടരുത്. അതായത് 11 മാസം ഓടിയതിനു ശേഷം ഒരു മാസം വെച്ചു കൊടുത്ത് പിന്നീട് അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ അടുത്ത 11 മാസം സുഖമായിട്ട് ഓടാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞു പോയ 11 മാസക്കാലം നമ്മൾ കഴിച്ച ഭക്ഷണവും വെള്ളവും വിശ്രമവും ഉറക്കവും ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ള നേരത്ത് കൊടുക്കാതെയും ആവശ്യമില്ലാത്ത നേരത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ ശരീരത്തെ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് പ്രയാസങ്ങളിലേക്ക് ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ക്യാൻസറിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു ബ്ലോക്കുകളോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നീട് വരുന്ന നോമ്പ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന 11 മാസം സുഖമായിട്ട് രോഗമില്ലാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് ഒരു മാസത്തെ നോമ്പ് ദൈവം നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ ആ നോമ്പ് എങ്ങനെ നോക്കണം, അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോമ്പ് നോക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ നോമ്പ് നോക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അക്യുപഞ്ചർ കോഴ്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പൊ നോമ്പ് നോക്കുകയും ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ പറയാറുണ്ട്, മുസ്ലിങ്ങൾ നോമ്പ് നോക്കുന്ന പോലെ നോമ്പ് നോക്കരുത്. മനസ്സിലായില്ല? മുസ്ലിങ്ങൾ നോമ്പ് വെക്കുന്ന പോലെ നോമ്പ് വെക്കുന്നത് എങ്ങനെ നോമ്പ് വെക്കാം? നെടുത്തലവാഴ്ച നോമ്പ് നോക്കിയതുപോലെ നമ്മൾ നോമ്പ് വെക്കാൻ. അപ്പൊ അത് നമുക്കൊരു മാതൃക എന്ന് കാണിച്ചത്. നമ്മൾ നോമ്പ് നോക്കുന്ന എങ്ങനെ രാവിലെ പകലാക്കി മാറ്റുന്നത് രീതിയാണ്, പകലിനെ രാവിലാക്കി മാറ്റുന്നുള്ള രീതിയാണ് നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും രാത്രിയിലേക്ക് മാറ്റി വെക്കുകയും രാത്രി നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും പകലിലേക്കും മാറ്റി വെക്കുന്ന രീതിയാണ്. രാത്രി മുഴുവൻ ചെയ്യാൻ ഭക്ഷണം കഴിക്കുകയും പകൽ മുഴുവൻ കടന്നുപോവുകയും ചെയ്യാൻ നമ്മൾ നേരെ തിരിച്ചു വെക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാസത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാധാരണ 11 മാസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരു മാസം കൊണ്ട് കഴിക്കുന്ന രീതിയിലും മാറിയിട്ടുണ്ട്. അത് 11 മാസം കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം ഒരു മാസം കൊണ്ട് നമ്മൾ കഴിച്ചു തീർക്കുന്ന രീതിയും ആണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയുണ്ട്. അപ്പൊ അതിന് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കണം. എങ്കിലും ഞാൻ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് പരസ്പരം നമുക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ട് നമുക്ക് നോമ്പ് വെച്ചോ ആ നോമ്പ് വെച്ചതിന്റെ ഗുണവും നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിട്ടയിലേക്ക് നമുക്ക് പോയാൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ രോഗങ്ങളും നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്റെ ക്ലാസ്സിൽ പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരോഗ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെയാണ്. സ്വന്തം ശരീരത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. കാരണം ആ ശരീരം ഉണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരം ശുദ്ധിയാവാതെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല എന്നൊക്കെ പറയാറുണ്ട്. ഞാനുള്ളത് കൊണ്ടാണ് എന്റെ വീട്ടിലെ കാര്യങ്ങളും നടക്കുന്നു, മറ്റേ കണക്കും ഇതും നടക്കുന്നു എന്നെല്ലാം പറയാറുണ്ട്. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഞാനെന്ന് പറയുന്ന ശരീരം ശുദ്ധമല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ശരീരത്തിന് രോഗങ്ങളുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ അവരെ ആശ്രയിക്കുന്ന ആ ഒരു കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വെച്ചിട്ടുള്ളത് ഒരു മാസത്തെ നോമ്പ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ നോമ്പ് നോക്കേണ്ട രീതികളുണ്ട്.
അപ്പൊ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അട്ടിപ്പങ്കി കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറുകളാണ്. ആ 24 മണിക്കൂറിന് അട്ടിപ്പങ്കി കൃത്യപ്രകാരം 12 ചാനലുകളുണ്ട്. അട്ടിപ്പങ്കി 12 എല്ലാവരും എടുത്ത് ഉൾക്കപ്പിടി ജീവനെന്ന് ഞങ്ങൾ ഇതിനെ പറയും. എല്ലാവരും വന്ന ആദ്യത്തിൽ വന്ന ലെൻസ് എന്ന് പറയും. അതായത് നമ്മൾ വായുവിനടുത്ത് ഉള്ളിലേക്ക് എടുക്കുക, അത് പുറത്തേക്ക് വിടുക എന്നുള്ള പ്രവർത്തനം നമ്മൾ അറിയാതെ 24 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കണം. 24 മണിക്കൂർ കൊണ്ട് 24,000 മുതൽ 30,000 ശ്വാസോച്ഛ്വാസമാണ് നമ്മൾ ഒരു ദിവസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശ്വാസോച്ഛ്വാസം 1 മിനിറ്റ് പോലും നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥ അവിടെ കഴിഞ്ഞു. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വായു എനർജിയെ ശരീരത്തിലേക്ക് എടുക്കുക, അത് പുറത്തേക്ക് വിടുക. അപ്പൊ അതിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക എന്നുള്ള രീതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തനം അപ്പൊ അങ്ങനെ എല്ലാം ലെൻസ് എന്ന് പറയുന്ന ആ ലെൻസിനെ ശുദ്ധീകരിക്കുക, ലെൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എടുക്കുക, പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ ആദ്യം നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത മാലിന്യങ്ങൾ പുറത്തുള്ള എന്നുള്ളത് രണ്ടാമത്തെ ചാനൽ വരുന്നു. പിന്നെ വരുന്ന ചാനലാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ആമാശയം, നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിക്കുന്ന എനർജി ആക്കുക എന്നുള്ളത്. പിന്നെ വരുന്ന സ്പ്ലീൻ, ആ സ്പ്ലീൻ എന്ന് പറയുന്നത് കഴിച്ച ഭക്ഷണത്തെ ദഹിക്കുന്ന എനർജി ആക്കി അതായത് രക്തമാക്കി മാറ്റുന്നത്. പിന്നെ വരുന്ന ഹാർട്ട് എന്ന് പറയുന്ന ഹാർട്ട് ആ രക്തത്തെ ചെയ്യാമോ പിന്നെ ശരീരം പമ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ സ്മാലിന്യത്തിൽ ശരീരത്തിലുള്ള എനർജിയെ ദഹിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു ഘട്ടം നടത്തുന്നത് പറയുന്നത്. ഇങ്ങനെ ഹാർട്ട് കൈകാര്യം ചെയ്യുന്ന കൊണ്ടുപോകുന്നത് ഇങ്ങനെ വരുന്ന ലിവർ, അതുപോലെ തന്നെ ഗാൾബ്ലാഡർ ലിവർ ചെയ്യാം, ബൈലോ പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഗാൾബ്ലാഡർ വരിക, അതും ചെയ്യാം, ചെറുകുടലേക്ക് എത്തിക്കാം. ഇങ്ങനെ 12 ചാനലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ 12 അവയവങ്ങളുണ്ട്. ആ 12 അവയവങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് 12 ചാനലുകൾ അട്ടിപ്പഞ്ചുണ്ട്. ആ അട്ടിപ്പഞ്ചിന്റെ ചാനലുകളിൽ ഓരോ മർമ്മങ്ങൾ പല പല ഭാഗത്തുണ്ട്. അപ്പൊ ഈ അവയവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് കാണിക്കും. അതിന് ശരീരത്തിൽ ഒരുപാട് ഓർഗൻ അവയവങ്ങൾക്ക് അനുസരിച്ച് ഇന്റേണൽ ഓർഗനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എക്സ്റ്റേണൽ ഓർഗൻ, പുറമേ കാണുന്ന ഓർഗൻ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, അതുപോലെ ചുണ്ടുകള്, ശരീരത്തിന്റെ ഓരോ തൊഴിൽപ്പാടുകള്, കൈ കാലുകൾ, ഇതൊക്കെ എക്സ്റ്റേണൽ ഓർഗൻസ്. ഈ ഇന്റേണൽ ഓർഗനുമായിട്ട് ഈ എക്സ്റ്റേണൽ ഓർഗനുകൾ ബന്ധമുണ്ട്. അത് ഈ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന രോഗങ്ങൾ, പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ ഉള്ളിലുള്ള അവയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് നാം കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെ എനർജിയാക്കി മാറ്റി രക്തമാക്കി മാറ്റിയ രക്തം ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ആ ഒഴുക്കിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു അവയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഞാൻ പൾസ് പിടിച്ചു നോക്കുന്നത്. പൾസിങ്ങനെ പിടിക്കുമ്പോൾ ഈ 12 ചാനലുകളെ പിടിക്കുന്നു. ആ 12 ചാനലിൽ ഏതെങ്കിലും ചാനലിൽ എനർജിയുടെ കുറവുണ്ടെങ്കിൽ ആ കുറവ് ഈ കയ്യിന്റെ തുമ്പത്ത് വന്ന് മിടിക്കുന്ന മിടുക്കൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അല്പം ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നതൊന്നുമല്ല ഞാൻ ഡയഗ്നോസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന രോഗങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ? നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നമുണ്ട്, ഷുഗറുണ്ട്, അതുപോലെ വേദനയുണ്ട്, കരുത്തിലുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഗർഭാശയത്തെ മൈലുണ്ട്, മറ്റുള്ള പല പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതൊന്നും അല്ല എന്റെ ഡയഗ്നോസിന്റെ രീതിക്ക് 3 രീതിയാണ്. ഒന്ന് കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക എന്ന് പറയും. കണ്ടറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ നോക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ശരീരം തരുന്ന ഒരു സിഗ്നലുകളുണ്ട്. അപ്പൊ ശരീരത്തിൽ ഒരിക്കലുണ്ടെങ്കിൽ അതിന് വെള്ള കളറിൽ കാണാം, കറുപ്പ് കളറിൽ കാണാം, ചുവപ്പ് കളറിൽ കാണാം. അത് മൂന്ന് രോഗാവസ്ഥയെ മനസ്സിലാക്കി തരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിൽ ചുവപ്പ് കളർ കാണാൻ, ശരീരത്തിൽ മഞ്ഞ കളർ കാണാൻ, ഇങ്ങനെ കളറുകളെ കാണുന്ന രീതി എന്ന് പറഞ്ഞു കണ്ടറിയൽ തത്വം പറഞ്ഞു. പിന്നെ കേട്ടറിയ, നിങ്ങൾ പറയുന്നതനുസരിച്ച് രോഗങ്ങൾ മനസ്സിലാക്കി ഏത് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ രോഗം ഉണ്ടായുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്ന പൾസ് ഡയഗ്നോസിസ് തൊട്ടറിയാൻ പറയും. അതായത് പൾസിനെ പിടിക്കുമ്പോൾ ആ അവയവം നിങ്ങൾ പറയുന്നത് തെറ്റാൻ, ചിലപ്പോൾ കാണുന്നത് തെറ്റാൻ. മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് മുന്നിൽ ചൊറിച്ചിലുള്ള ഒരാൾ മരുന്ന് കഴിക്കാണെങ്കിൽ അയാൾക്ക് ചൊറിച്ചിലുണ്ടാവില്ല. ഇവിടെ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ചോരംഗത്തുള്ള ആളെ സംബന്ധിച്ച് ഒരു വയസ്സിലോന്ന് പറഞ്ഞ ഒരു ഗുരു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒറ്റ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം പൂർണ്ണമായിട്ട് മാറിയിട്ടാവും. ശരീരത്തിൽ നിന്ന് മാറി കിടക്കുന്നുണ്ടാവും. എന്തില്ല പരിപൂർണ്ണമായ രോഗം മാറിയിട്ടുണ്ടല്ല, വീണ്ടും കിടത്തി വരുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അപ്പൊ കണ്ടറിയാൻ നമുക്ക് തെറ്റാം, അതുപോലെ കേട്ടറിയാനും തെറ്റാം. കാരണം എന്താ, ഒരാളെന്ത് ചെയ്യാം, അയാൾക്ക് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറയാൻ പറ്റുന്നത്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ തെറ്റ് വരാൻ സാധിക്കും. എന്നാൽ ഒരു കാരണം വെച്ചാൽ എന്ത് ചെയ്യാം, നമ്മുടെ ശരീരം ഒരിക്കലും എന്ത് ചെയ്യുക, തെറ്റ് ചെയ്യില്ല എന്ന് പറയാം. അതായത് ആ ശരീരത്തിൽ പിടിക്കുമ്പോൾ നമ്മുടെ ആ പഴുത്തുന്നില്ല, ആ പഴുത്തിനെ പിടിച്ചിട്ട് കയ്യിന്റെ തുമ്പത്ത് വന്നിട്ട് മിടിക്കണം. ആ മിടുപ്പ് കയ്യിന്റെ തുമ്പത്ത് വന്ന് മിടിക്കുമ്പോൾ ആ രക്തത്തിന്റെ ഓട്ടത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഈ കയ്യിന്റെ തുമ്പത്ത് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും. 12 ചാനലുകൾ നമുക്ക് പറഞ്ഞിടും. അതായത് ലെൻസ് ലാർജിന്റെ സ്റ്റൊമക്ക്, അതുപോലെ സ്ട്രെയിന്, അതുപോലെ ഹാർട്ട് മാറിന്റെ, അതുപോലെ പെരികാർഡിയം, അതുപോലെ തന്നെ ട്രിപ്പിൾ വാർമർ, ഗാൾബ്ലാഡർ, അതുപോലെ തന്നെ ലിവർ, അതുപോലെ
അതുപോലെ തന്നെ യൂണിയൻ ക്രിക്കറ്റിന്റെ ഈ 12 ചാനലുകളുടെ പുറത്ത് എന്റെ കയ്യിന്റെ തുമ്പത്ത് നിന്ന് പിടിച്ചിട്ട് അതിന് രോഗത്തിന്റെ അവസരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്റെ കയ്യിന്റെ തുമ്പത്ത് നിന്നിട്ട് എനിക്ക് പറഞ്ഞു തരും. അതിലൊരിക്കലും തെറ്റുണ്ടല്ല. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമവും മുറക്കും യഥാർത്ഥ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശരീരം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കും. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ പഴുത്തിനെയും വ്യത്യാസപ്പെടും. ആ വ്യത്യാസം എന്റെ കയ്യിന്റെ തുമ്പത്ത് നിന്ന് പിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ചാനലിനാണ് രോഗമുള്ളത്, ആ ചാനലുമായി ബന്ധപ്പെട്ടത് ഏത് അവയവത്തിലാണ് രോഗമുണ്ടായിട്ടുള്ളത്, അതിന് ഏത് മർമ്മത്തെ കൊടുക്കണം എന്നുള്ള ആ അറിവ് എന്റെ കയ്യിന്റെ തുമ്പത്ത് ഞാൻ നിങ്ങളെ പിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കി തരും. അതനുസരിച്ചാണ് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് കണ്ണിന് വേണ്ട കണ്ണിന് കൊടുക്കുക, തലക്ക് വേണ്ട തലക്ക് കൊടുക്കുക, വയറിന് വേണ്ട വയറ് കൊടുക്കുക, ചെവിക്ക് വേണ്ട ചെവി കൊടുക്കുക. അതെല്ലാം ചികിത്സാരീതി. അക്കിപ്പണിന്റെ ചികിത്സാരീതി അതേ അല്ല. ഈ പുറത്ത് പിടിക്കുമ്പോൾ ഇവിടെ എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നതിനനുസരിച്ച് എന്താണോ ശരീരം പറയുന്നത് ആ പറയുന്നതിനനുസരിച്ച് ആ ശരീരത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള മർമ്മത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. അത് കറക്റ്റായിരിക്കും ആ ശരീരത്തിന് ആ രോഗത്തെ പരിപൂർണമായ മാറ്റം ഈ ഒരു ചികിത്സാരീതി അല്ലാതെ വേറെ ഒരു ചികിത്സ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇത്ര വർഷത്തെ 10-17 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്റെയും അതുപോലെ തന്നെ എന്റെ സാധാരണയുടെയും ഒക്കെ ആ രീതികൾക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലക്ഷക്കണക്കിന് രോഗികൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സുഖപ്പെട്ടിട്ടുള്ള ആ വിവരങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ആ രോഗം മാറാൻ എന്ത് ചെയ്യാം? മരുന്ന് കഴിക്കണം. നേരത്തെ പറഞ്ഞ പ്രശ്ന ഷുഗർ കൊളസ്ട്രോൾ എന്തൊക്കെ പറയുന്നുണ്ട്. ഈ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മാറുന്നില്ല. നമ്മൾ മരുന്ന് കഴിച്ചത് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഗത്തിന്റെ ചികിത്സ അല്ലാത്തതുകൊണ്ടാണ്. അത് ചികിത്സയേ അല്ല. നമ്മൾ പറഞ്ഞ സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലാതെ ചികിത്സയാണെന്നുള്ളത്. എന്താണ് സയന്റിഫിക് എന്ന് പറയുന്നത്? അതിലൊരു സയന്റിഫിക് അല്ല, മരുന്ന് കൊടുക്കുന്നതാണ് സയന്റിഫിക്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സയന്റിഫിക് ആയത്? ആ സയന്റിഫിക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് രോഗം മാറാതിരിക്കുന്നത്? പ്രശ്നം ഒന്നുകൊണ്ട് താല്പര്യമായിട്ട് പരിഹാരം കാണാൻ കഴിയാത്തത്, പ്രശ്നം എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, ഷുഗർ എന്തുകൊണ്ട് ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല. ആ മരുന്ന് കൊടുത്തിട്ട് ജീവിതകാലം മുഴുവൻ രോഗമില്ലാതെ ആ ശരീരത്തിൽ നിലനിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഏത് രോഗങ്ങളെടുക്കാൻ തൈറോയിഡാണെങ്കിൽ ഏത് രോഗങ്ങളെടുത്ത് നോക്കുക, അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും പുരോഗമിച്ച ഈ ഒരു ചികിത്സാരീതിക്ക് എന്തുകൊണ്ട് അതിന്റെ മാറ്റം സംഭവിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതൊരു ചികിത്സാ രീതിയായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റില്ല. ചികിത്സ എന്ന് പറയുമ്പോഴേക്കും ആ രോഗത്തെ സുഖപ്പെടുത്താൻ സാധിച്ചിരിക്കണം. പിന്നീട് ആ മരുന്ന് കഴിക്കാത്ത രൂപത്തിലേക്ക് ശരീരത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കണം. അതാണ് ചികിത്സ എന്ന് പറയുന്നത്. മറ്റൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം നൽകുന്ന ഒരു മയക്കിക്കിടത്തുന്ന രീതി മാത്രമേ ഉള്ളൂ. തൽക്കാലത്തേക്ക് പ്രശ്നത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ശമനം നൽകുക എന്നുള്ളത് മാത്രം. മറ്റൊരു പരിഹാരം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും വെള്ളത്തെയും വിശ്രമത്തെയും ഉറക്കത്തെയും ശരിയാക്കും. നാം നമ്മുടെ ശരീരത്തിൽ ചെയ്തു കൊടുക്കേണ്ട 4 കടമകളുണ്ട്. ആ കടമകളെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തു 4 കടമകളുണ്ട്. ആ കടമകളൊക്കെ എന്ത് ചെയ്യണം, ശരിപ്പെടുത്തണം. അത് ഒന്നാമത് വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ചുരുങ്ങി നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാം. വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തിന്റെ കൂടെ വിശേഷം വെള്ളം കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വായിക്കാൻ ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വായിക്കുന്ന മാത്രം വെള്ളം കുടിക്കുക, കുടിക്കുന്ന വെള്ളം ഇരുന്ന് കുടിക്കുക, വായിൽ അല്പനേരം വെച്ച് അല്പാലും നിർത്തി വെച്ച് കൊടുക്കുക. അമിതമായി വെള്ളം കുടിക്കുന്നത് ദാഹം മാറുന്നവരെ അത് പച്ചവെള്ളം തന്നെ കുടിക്കുക എന്ന് പറയാറുണ്ട്. പച്ചവെള്ളം എന്ന് പറയുമ്പോൾ പച്ച കലർന്ന വെള്ളം നന്നല്ലാത്ത ഇതുപോലെ വെട്ടുവേണ്ട വെള്ളമല്ല, സാധാരണ പച്ചവെള്ളം കുടിക്കണം. ഫ്രിഡ്ജിന്റെ വെച്ചും കുടിക്കും. ഞാനിവിടെ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് ഞാൻ കുടിക്കാറില്ല. ഞാൻ വെള്ളം കഴിച്ചാൽ നമ്മൾ കിട്ടുമ്പോൾ നല്ല വെള്ളം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വെള്ളം തന്നെ നമ്മൾ പച്ചവെള്ളം നിന്ന് കുടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പച്ചവെള്ളം കുടിക്കാൻ മൂത്രാശയ സംബന്ധമായിട്ട് അതായത് വാട്ടർ എലമെന്റ് ശരിപ്പെടുന്നു പറയും. ഗർഭാശയ മൂത്രാശയ സംബന്ധമായിട്ടുണ്ടാകുന്ന നമ്മുടെ എല്ലുകാലി നഖംപുഴി മുട്ടുകൂട നട്ടെല്ലാം ഗർഭാശയ സംബന്ധമായിട്ട് എല്ലാ രോഗങ്ങളും മാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പച്ചവെള്ളം തന്നെ നിർബന്ധമായിട്ട് കുടിക്കണം. അതാണ് കുടിക്കലും മാറുന്നത്. ഇതുപോലെയാണ് പിന്നെ ആ ശരീരത്തിന് വിശ്രമം, ക്ഷീണം തോന്നുന്ന സമയത്ത് വിശ്രമം കൊടുക്കുക. കുറച്ച് സമയം നമുക്ക് കടന്നു കൊടുക്കുക. നമ്മുടെ ശരീരത്തിൽ നല്ല ക്ഷീണമുണ്ട്, വേഗം കടന്നു കൊടുക്കാൻ പറ്റും. കുറച്ച് സമയം ഇരിക്കുക, കിടക്കുക, എന്തെങ്കിലും ചെയ്യുക. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ബുദ്ധിമുട്ട് മാറി നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് തിരിച്ചു.
പിന്നെ വരുന്നത് ഉറക്കം നമ്മൾ പറഞ്ഞ അർദ്ധരാത്രി ഉറങ്ങുന്നത് വരെ, അതായത് 3 മണി 9 മണി മുതൽ 3 മണി വരെ, അതായത് പകലും രാത്രി നമ്മൾ 12 മണിക്കൂറായി കഴിഞ്ഞാൽ രാത്രി 6 മണിക്കാണ് രാത്രി തുറന്നില്ല, 6 മുതൽ 3 മണിക്കൂർ ഒഴിവാക്കുക. പകൽ 6 മണിക്കൂർ തുറന്നെങ്കിൽ അവിടെ ഇങ്ങോട്ട് 3 മണിക്കൂർ മാറ്റി കഴിഞ്ഞാൽ അർദ്ധരാത്രി. അതിന്റെ ഈ 12 മണിക്കൂർ ഇടയിലുള്ള 3 മണിക്കൂർ 9 മണി മുതൽ 3 മണി വരെ നമ്മൾ കിടന്നിരിക്കുന്നത്. ഉറങ്ങുക എന്നത് ഞാൻ പറഞ്ഞ കിടന്നിരിക്കുക എന്നുള്ളത്. കിടന്നു കൊടുക്കുക, കണ്ണടച്ച് മിണ്ടാതെ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിട്ട് ഫോണൊന്നും മറക്കാൻ പാടില്ല. കിടക്കുന്നുണ്ടാവും, ഫോണിൽ ഇങ്ങനെ കാണുന്ന പാടില്ല. അടങ്ങിയാണ് മിണ്ടാതെ കണ്ണടച്ച് മിണ്ടാതെ സ്വസ്ഥമായിട്ട് കിടന്നു കൊടുക്കുന്നത്. ഇങ്ങനെ 6 മണിക്കൂർ നമ്മൾ കിടന്നു കൊടുക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മളായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ശരീരം ചെയ്യും, ശരീരം ആവശ്യമുള്ള വായു എനർജിയെ ശരീരം എടുക്കും. ഓക്സിജൻ എനർജി പ്രപഞ്ച ഊർജ്ജത്തെ ശരീരം എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കഴിച്ച ഭക്ഷണത്തെയും വെള്ളത്തെയും ഉപയോഗപ്പെടുത്തി, അതുപോലെ ശരീരം പ്രപഞ്ചത്തിൽ നൽകുന്ന വായു എനർജിയെയും ഓക്സിജൻ എനർജിയെയും ഉപയോഗപ്പെടുത്തി അതിനെ ദഹിപ്പിച്ച് എനർജി. അതായത് നമ്മളൊരു പേര് ഭക്ഷണം വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം നല്ല പോലെ ചവച്ച് നമുക്ക് നല്ല പല്ലുകളും 38 പല്ലുകളും 5 രീതിയിലാണ് നിങ്ങൾ ആ ശരീരത്തിനെന്തെങ്കിലും ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയും. പ്രപഞ്ചത്തെ ലഭിച്ചത് പഞ്ചഭൂത പുറത്തുണ്ടാകും. ആ പഞ്ചഭൂത സിദ്ധാന്ത പ്രകാരം പല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആ പല്ലുകൾക്കനുസരിച്ച് കടിക്കാനുള്ളതും ചവക്കാനുള്ളതും അതുപോലെ തന്നെ പറിക്കാനുള്ളതും മുറിക്കാനുള്ളതും പല രീതിയിൽ ആ പല്ലുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് വിഷയങ്ങളാണ്. പല്ലിനെ സംബന്ധിച്ച് വേറെ പഠിക്കാൻ, കണ്ണിനെ സംബന്ധിച്ച് പഠിക്കാനും, നാവിനെ സംബന്ധിച്ച് പഠിക്കാനും, കൈകാലുകളെ സംബന്ധിച്ച് പഠിക്കാനും, ഉറക്കത്തെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് പഠിക്കാനുണ്ട്, കുളിക്കുന്നത് പഠിക്കാനുണ്ട്, എല്ലാ മറ്റു പഠിക്കാനുണ്ട്. അതൊക്കെ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നോക്കുക എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഓരോ വിഷയത്തെ സംബന്ധിച്ചും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലൊക്കെ ക്ലാസ്സുകൾ ഞാൻ എടുക്കുക. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വിശ്രമിക്കണം, എങ്ങനെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം, കുളിക്കേണ്ടത് എങ്ങനെയാണ്, പല്ല് തേക്കേണ്ടത് എങ്ങനെ, പല്ലിനെ സംരക്ഷിക്കണം എന്നുള്ളത് മുതൽ നമ്മുടെ ശരീരത്തിൽ, അതായത് ഈ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി രക്തപങ്കുകൾ പറയുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു രീതിയിൽ, അതേ രൂപത്തിൽ നമ്മൾ അക്യുപങ്ക്ചർ പറയുന്നുണ്ട്. അത് നമുക്ക് വിശദീകരിച്ച് തരുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോൾ ഓരോന്നിനനുസരിച്ച് ഗുരുവിന് ശേഷം സൂമിനകത്ത് ആഴ്ച ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ കരുതുന്നുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് ഒരു ആഴ്ചയിലൊന്നും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്ലാസ് വെച്ചിട്ട് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാം. അത് ഞാൻ ശ്രമിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് അതിനൊന്നും കഴിയുന്നില്ല. ഇൻഷാല്ലാഹ് നമുക്ക് ആലോചിക്കുന്നുണ്ടോ സമയം ക്രമീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രദർശിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിലേക്ക് ഇട്ട് നല്ലപോലെ ചതച്ചിറക്കിയ അന്നനാളത്തിലുള്ള ആമാശയത്തിലെത്തി ആമാശയത്തിൽ ആ ഭക്ഷണം കഴിക്കാൻ 4 മണിക്കൂർ എടുക്കുക. അത് ദഹിപ്പിച്ച് എനർജി ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാമോ, അതിങ്ങനെ ചവക്കുന്ന എന്ത് ചെയ്യാമോ, നമ്മളിങ്ങനെ ചവക്കുന്ന സമയത്ത് അയറിലുള്ള ഒരു കെമിക്കൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റും ബ്രെയിനും എന്ന് പറയുന്ന 2 കെമിക്കലുകൾ ദഹിപ്പിക്കാൻ പറ്റും. അത് ദഹിപ്പിച്ച് എനർജി ആക്കിയിട്ട് ചെറുകുടൽ 7 മീറ്റർ നീളുണ്ടെന്ന് പറയുന്നത് ചെറുകുടൽ. അതിന്റെ 1ാമത്തെ ഭാഗത്തേക്ക് മാറ്റുന്നു. അവിടെ വേണം നമുക്ക് 2ാമത്തെ ഭാഗത്ത് 3ാമത്തെ ഭാഗത്തേക്ക് മാറ്റുന്നതോടുകൂടി നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി എന്ന് പറയും. ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന കെമിക്കലുകൾ, അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽ, അതിൽ ബൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ഉത്പാദിപ്പിക്കുന്ന ഗാൾ ബ്ലാഡർ കൂടെ. ആ ഗാൾ ബ്ലാഡർ അതെന്തെയും ഈ ചെറുകുടലിന്റെ 3ാമത്തെ ഭാഗത്ത് വന്നിട്ട് ആ ദഹിപ്പിച്ച ഭക്ഷണ പദാർത്ഥത്തിലേക്ക് കൂട്ടിക്കലർത്തി വീണ്ടും കറണ്ടാക്കും. എന്നിട്ട് അതിനെ 2ആക്കി ബാധിച്ചു. ഒന്നെന്താണ് മലമാക്കിയിട്ട് വൻകുടലിലേക്ക്, ലാറ്റിന്റെ വൻകുടലിലേക്ക് മാറ്റും. പിന്നീട് ദഹിപ്പിച്ച എനർജി എന്തെങ്കിലും നമ്മുടെ സ്റ്റൊമക്കിൽ ആമാശയത്തിന്റെ മുകളിലുള്ള തുണിയുടെ ആകൃതിയിലുള്ള ഒരു അവയവുണ്ട്, ചെറിയ അവയവുണ്ട്, സ്ക്രീൻ എന്ന സ്ത്രീഭാഗം മലയാളത്തിൽ സ്ത്രീ എന്ന അതിലേക്ക് ഉയർത്തും. അതിലേക്ക് എത്തിക്കും. അതിലേക്ക് എത്തുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂർ 24,000 മുതൽ 30,000 ശ്വാസോച്ഛ്വാസം ഒരു ദിവസത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ആ എടുക്കുന്നതിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറന്താളും. ആ ഓക്സിജൻ എന്തെങ്കിലും ആ ലങ്സിൽ നിന്ന് എന്തിലേക്ക് വരും, ഈ സ്ക്രീനിലേക്ക് വന്ന് ഇതിനെ കൂട്ടിക്കലർത്തി ബ്ലഡ് ആക്കിയിട്ട് രൂപപ്പെടും. ബ്ലഡ് ഉത്പാദിപ്പിക്കുന്ന ശരീരത്തിലെ 3 സ്ഥലങ്ങളിലാണ് ബ്ലഡ് ഉത്പാദിപ്പിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്ക്രീൻ, ഏറ്റവും കൂടുതൽ ബ്ലഡ് ഉത്പാദിപ്പിക്കുന്നത് സ്ക്രീൻ ഇങ്ങനെ ഉണ്ടാക്കും. 2ാമത് നമ്മുടെ ബോൺമാരുമായി മജ്ജ ഉത്പാദിപ്പിക്കും. 3ാമത് നമ്മുടെ ലിവറും ബ്ലഡ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ലിവറിന് ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യാനുണ്ട്. അന്ന് ശരീരം സമയമല്ല. അപ്പൊ ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ബ്ലഡ് കിഡ്നി ഫിൽട്ടർ ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ശരീരമാസങ്ങളും അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കണ്ണിന്റെ കാഴ്ചശക്തി കൊണ്ട്, കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ചശക്തി കൊണ്ടിട്ട്
ചെവി കൊണ്ട് കേൾക്കാനുള്ള കേൾവി ശക്തി കൊണ്ട്, നാവ് കൊണ്ട് സംസാരിക്കാനുള്ള സംസാരം ശക്തിക്കൊണ്ട്, കൈ കൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന ശക്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കണം നാം അറിഞ്ഞുകൊണ്ടൊന്നും അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളിൽ എന്തെല്ലാം പ്രവർത്തനം നടക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡിന്റെ സർക്കുലേഷനിലൂടെ ആ ബ്ലഡിലൂടെ എനർജി എന്ത് ചെയ്യണം, ഓരോ ഓർഗനിലേക്ക് ഓരോ സെല്ലുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് എനർജിയെ അബ്സോർബ് ചെയ്തെടുക്കും. അതിന് വേണ്ടാത്ത വേസ്റ്റിനെ ബ്ലഡിലേക്ക് തന്നെ വിട്ടയക്കും. ആ ബ്ലഡ് വീണ്ടും വന്നിട്ട് കിഡ്നിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് മൂത്രവും മലവുമായിട്ട് ശരീരത്തിൽ നിന്ന് പുറംകൊള്ളുകയും ചെയ്യും. ഇങ്ങനെ ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് 24 മണിക്കൂറും ശരീരത്തെ വളരെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചുകൊണ്ട് ശരീരത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ വിശ്രമത്തിലോ ഉറക്കത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് നമ്മുടെ ഓർഗനെയും നമ്മുടെ ഈ ഓരോ സിസ്റ്റത്തെയും ഒരു ബാധിക്കുന്നുള്ളതാണ്. ഈ പറയപ്പെട്ട 12 ചാനലുകളിലൂടെ പോകുന്ന എനർജിയിലെയും ഇൻബാലൻസ് സംഭവിക്കും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന്റെയും വേദനകളായിട്ടും വേദനകളായിട്ടും മുറിവുകളായിട്ടും പ്രശ്നങ്ങളായിട്ടും ഒക്കെ നമുക്ക് കാണിക്കും. തൊഴിലുകളായിട്ടും മറ്റുള്ള പല രൂപത്തിലും നമുക്ക് കാണിക്കും. അത് നമുക്ക് തരുന്ന സിംറ്റംസ് ആണ്, അതായത് കാരണങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുമ്പോൾ പിന്നീടും വലിയ വലിയ രോഗത്തിലേക്ക് നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കും. അതിന്റെ മുകളിൽ നമ്മൾ മരുന്നുകൾ തേക്കുകയോ അതിനെതിരെ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കുകയോ മരുന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കെമിക്കലുകൾ നമ്മൾ കൊടുക്കുന്നതോടുകൂടി ആ രോഗത്തിന്റെ ചെറിയൊരു രോഗത്തിന് വലിയ രോഗത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് രോഗത്തെ മാറ്റിത്തരാന്ന് പറയുന്നത്. പലവരും ശിക്ഷത്തിൽ രോഗം മാറ്റിത്തരുന്നത് അലർജിയിൽ നിന്ന് ആത്മയിലേക്കും സൂര്യാസത്തിലേക്കും അല്ലെങ്കിൽ കഫക്കെട്ടിലേക്കും ഇങ്ങനെ മാറി പോകുന്നതല്ലാതെ രോഗം സുഖപ്പെടുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറുന്നതിന്റെ ശരീരത്തെ മനസ്സിലാക്കി നമ്മുടെ രോഗത്തെ മനസ്സിലാക്കി ആ ശരീരത്തിന് വേണ്ട രീതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഭക്ഷണവും വെള്ളവും വിത്തകവും ഉറപ്പും കൊടുത്തുകൊണ്ട് അതിന്റെ മർമ്മങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലാണ് അക്കിപ്പന്ത് ചികിത്സ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നോമ്പിലേക്ക് വരാം. അപ്പൊ ഈ നോമ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ സമയം ഈ 12 ചാനലുകൾ പറഞ്ഞു, ആ 12 ഓർഗനുകൾ പറഞ്ഞു. ആ 12 ഓർഗനുകൾക്ക് അവയവ ശരീരമെന്ന് പറയുന്നത് അതായത് 24 മണിക്കൂർ 12 ചാനലുകൾക്ക് 2 മണിക്കൂറുകളായി കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ലഞ്ചിന്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പുലർച്ചെ 7 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് നമ്മൾ പറയാറുണ്ട് തഹജ്ജുദിന്റെ സമയം. എന്താ തഹജ്ജുദിന്റെ സമയം? ദൈവം നമ്മോട് പറയുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ എണീറ്റിട്ട് എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ബന്ധം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് വാഗ്ദാനം ചെയ്തു. എന്താണ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്? ആ സമയത്ത് എണീറ്റ് ഇരുന്നാലും അവന് ആരോഗ്യം ഉണ്ടാവും. അവന് ആരോഗ്യം കിട്ടിയാലോ അവന് ഈ ഭൂമിയിൽ എല്ലാം കിട്ടും. അവരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ 10 കാര്യങ്ങൾ അവന് വിട്ടുപിരിഞ്ഞു പോകുന്നുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ 10 കാര്യങ്ങൾ വിട്ടുപിരിഞ്ഞു. ആരോഗ്യം കിട്ടാൻ ഈ 10 കാര്യങ്ങൾ അവനിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് പടിയിറങ്ങും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ആദ്യം സമ്പത്തിറങ്ങും. പിന്നീട് എന്ത് ചെയ്യാണ്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ ഭാര്യ ഭർത്താവ് അതുപോലെയുള്ള മക്കൾ എല്ലാവരും അതുപോലെ കുടുംബക്കാരും കൂട്ടക്കാരും നാട്ടിൽ എല്ലാവരും നമ്മളിങ്ങനെ 10 കാര്യങ്ങൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോകും. ഈ ആരോഗ്യങ്ങളോ എല്ലാം നമ്മൾക്ക് സമ്പത്താകുന്നവരും അത് ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമാണ്. അപ്പൊ ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ശരീരത്തിന് വേണ്ട വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും വിശ്രമവും ഉറപ്പും യഥാർത്ഥം കൊടുക്കുക എന്നുള്ളതാണ്. ലഞ്ചിന്റെ സമയം എന്ന് പറയുന്നത് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം ലഞ്ചിന്റെ സമയം ശ്വാസോച്ഛ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നത് ഏറ്റവും നല്ല വായു എനർജി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഭക്ഷണത്തിന്റെ സമയമല്ല. പിന്നീട് വരുന്ന സമയമാണ് ലാർജിന്റെ സമയം. അതായത് 5 മണി മുതൽ 7 മണി വരെ നമ്മൾ 3 മണിന്റെ 5 മണിന്റെ ഇടയിൽ എണീറ്റാൽ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വയറ്റുന്ന ശരിക്കും ശോധനകളാണ്, ശരിക്കും ക്ലീൻ ചെയ്യും. അതായത് ലാർജിന്റെ ചെയ്യും. പിന്നെ വരുന്ന 2 മണിക്കൂറാണ് 7 മണി മുതൽ 9 മണി വരെയുള്ള ആമാശയത്തിന്റെ സമയം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ശരിക്കും ദഹനം നടക്കും. പിന്നെ വരുന്ന സമയമാണ് സ്ത്രീയുടെ സമയം. ആ രക്തത്തെ ചെയ്യാനുള്ള എനർജിയാക്കി മാറ്റുന്ന രക്തമാക്കി മാറ്റുന്ന സമയം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സമയം ഹാർട്ടിന്റെ സമയം, സ്മാർട്ടത്തിന്റെ സമയം. ഇങ്ങനെ ഓരോന്നിന് 2 മണിക്കൂറുകളായിട്ട് അങ്ങനെ 12 ചാനലുകൾക്ക് 12 അവയവങ്ങൾക്കനുസരിച്ച് ഒരു ദിവസത്തെ 24 മണിക്കൂറിന് നമ്മൾ പറയുന്നതാണ് ഓർഗൻ ക്ലോക്ക്, അവയവ ഘടികാരം എന്ന് പറയുന്നത്. 24 മണിക്കൂറിന് 24 മണിക്കൂറിന് 2 മണിക്കൂറുകളാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാർ സാധാരണ പറഞ്ഞ 24 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ. അതെന്താ പറയുന്നത്?
ഈ 12 ചാനലുകൾ അല്ലെങ്കിൽ ഈ 12 ഓർഗനുകളുടെ എനർജികളെ സഞ്ചരിച്ച് വരുന്ന സമയം ഒരു കറക്കം കറങ്ങി അടുത്ത കറക്കത്തിലേക്ക് വന്ന് അങ്ങനെ 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ഏത് അവയവത്തിനാണ് പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. എവിടെയാണ് പ്രശ്നമുള്ളത് എന്നതിന്റെ ഒരു രൂപം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് അക്യുപഞ്ചറിനെ സംബന്ധിച്ച് ഈ പൾസിൽ എവിടെയെങ്കിലും പിടിച്ചാൽ ആ ഉടനെ തന്നെ കിട്ടും എവിടെയാണ് പ്രശ്നമുള്ളത് എന്നത്. ഇങ്ങനെ പിടിച്ചിട്ടാണ് രോഗം നമ്മൾ തീരുമാനിച്ചിട്ട് അതിന് ഏത് മർമ്മത്തെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം, അതിൽ 5:30 വരെ നമുക്ക് എന്താണ് അത്താഴത്തിന്റെ സമയമാണ്, നോമ്പിലേക്ക് വരാം അല്ലെ, അത്താഴത്തിന്റെ സമയമാണ്. ഈ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ വേർന്ന ഭക്ഷണം കഴിക്കണം അല്ലെ. എന്താ കാരണം ഇതെന്ത് ചെയ്യാ, ഭക്ഷണം നമ്മുടെ പട്ടിണിക്കാണ്. ഈ 12 മണിക്കൂർ ഉപയോഗിച്ച് 13 മണിക്കൂറോളം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഭക്ഷണമോ വെള്ളം കുടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? രാവിലെ എഴുതിച്ചിട്ട് എന്ത് ചെയ്യും, നല്ല ടാങ്ക് കൂടാൻ കിട്ടണം അല്ലേ. അതല്ലേ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അത് ചെയ്താൽ നമുക്ക് ശരീരത്തിൽ ക്ഷീണമുണ്ടാകാൻ ബുദ്ധിമുട്ടും. കാരണം ലങ്സിന്റെ സമയമാണ്. ലങ്സിന്റെ സമയത്ത് അത് ഭക്ഷണം ധരിക്കൂല, അതത് കെട്ടിക്കിടക്കും, അത് കുളിച്ചിട്ടകത്തും, ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ചെറുതായിട്ട് നമ്മൾ തങ്ങൾ അവിടെ അത്തായം കഴിച്ച് നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ? കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ കഴിച്ച് കാണിച്ചിരുന്നത്? ആ കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം. അത്തായം അത്തിപ്പഴത്തോളം എന്നാണ് പറയാറുള്ളത്. അത്തായം എന്ന് പറഞ്ഞാൽ അത്തിപ്പഴത്തോളം. അത്തിപ്പഴത്ര വലുപ്പമുണ്ടാവും, ഒരു ചക്കന്റെ അത്ര വലുപ്പമുണ്ടാവും അല്ലേ. അപ്പൊ അത്തിപ്പഴത്തം വളരെ കുറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ കഴിക്കാന്ന് ചോദിച്ചാൽ ഒരു 5 നട്സ്, അതുപോലെ ഒരു 3 ഈത്തപ്പഴം, ഒരു 21 പിന്നെ ഉണക്കുന്നുണ്ട്. ഇത്രയും മതി അത്തായം. അത് പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യാം, ഒരു പഴം പൂങ്കാണ് നേന്ത്രപ്പഴം, അത് നല്ല വലുതന്നെ ആയിക്കോട്ടെ, അവർക്ക് ചെറിയ ഒരു പഴം ഉണ്ടായാലും അത് മതി. പിന്നെ വേണ്ടം തയ്യാറാ 3 മണിക്കാണ് നമ്മൾ ഉണർന്നിട്ട് നമ്മൾ കുളിക്കാൻ പറ്റുന്നത് കുളിച്ച് വൃത്തിയായതിനു ശേഷം കഴിച്ചു നിൽക്കാം. ആ സമയം മുതൽ ഓരോ 15 മിനിറ്റ് സമയത്തും ഓരോ കവർ വെള്ളം, പച്ചവെള്ളം വായിൽ വെക്കാം, 30 സെക്കൻഡ് വായിൽ വെക്കുക, ഇറക്കിക്കൊണ്ട. അങ്ങനെ നമ്മുടെ പാമ്പ് കൊടുക്കുന്ന സമയം വരെ കുറച്ച് വെള്ളം നമ്മൾ കൊടുക്കാൻ പറ്റും. കുറച്ച് സമയം നമ്മൾ വെള്ളം, പച്ചവെള്ളം നമ്മൾ കൊടുക്കുക. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് വരുന്നത്. ഭക്ഷണമെല്ലാം നമുക്ക് അമിതമായിട്ട് നമ്മുടെ ശരീരമുണ്ട്. ഡീഹൈഡ്രേഷൻ എന്നുള്ളൊരു പ്രോസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അതെന്തെല്ലാം പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരൾച്ച നമ്മുടെ ശരീരത്തിൽ പിടിപെടില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ വെള്ളത്തിൽ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അത്താഴത്തിന് കഴിക്കേണ്ടത് ഇത്ര വളരെ കുറഞ്ഞ ഭക്ഷണം, ഒരു കാരണവശാലും വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. പ്രതികരിക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയുന്നത് ഒറ്റ ദിവസങ്ങൾ ചെയ്ത് നോക്കി. നാളത്തെ ഒരൊറ്റ നോമ്പ് നിങ്ങൾ നോക്കി നോക്കി, 1, 2, 3 നോമ്പ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 10 കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കഫം മുഴുവൻ പുറന്തള്ളപ്പെടും. ശരീരത്തെ മുഴുവൻ കഴിച്ചു കഴിയും. രക്തത്തിന്റെ ഓട്ടം കൂടും. രക്തോട്ടം കൂടിയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന എവിടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളോ അത് മുഴുവൻ പരിഹരിക്കും. ഭയങ്കരമായിട്ടുള്ള എഫക്ട് ചെയ്യാം. നന്നായിട്ട് കഫം കൂടും. ഞാൻ പറയുന്നത് പോലെ നോമ്പ് വെക്കുമ്പോൾ അത് കഫം കൊണ്ട് രോഗമല്ല ശരീരത്തിന്റെ ഫിൽറ്റർ ചെയ്യാൻ, ശരീരത്തിലുള്ള പിന്നെ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറയും. മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് ആദ്യത്തെ 10 എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ രൂപത്തില് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്താഴം നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പിന്നീട് നമുക്കുള്ള ഒരു പ്രതീക്ഷയാണ് അത് മുത്താഴം എന്ന് പറയുന്നത്. നോമ്പ് തുറക്കാൻ എന്നുള്ളത് അല്ലെ. ഏതായാലും ഭക്ഷണം എന്തായാലും പട്ടിണി കിട്ടും. ഭക്ഷണം ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിച്ച് പിന്നീട് നമ്മൾ എവിടേക്ക് പോകുന്നത്, അടുത്ത രീതിയിലേക്ക് പോകുന്ന രണ്ടാമത്തെ പ്രോസസ് നോമ്പ് തുറക്കുന്ന സമയം. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാ പള്ളിയിലും എന്തുണ്ട്, നോമ്പ് തുറക്കുന്ന എല്ലാ പരിപാടികളും ഉണ്ട് അല്ലെ. എല്ലാവർക്കും വീടുകളിലൊക്കെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അതായത് ഞാൻ സാധാരണ പറയാറുണ്ട്, റെയിൽവേയിലേക്ക് തുറന്നത് പോലെയാണ്. സൈക്കിൾ ഉണ്ടാവും, സ്കൂട്ടർ ഉണ്ടാവും, ലോറി ഉണ്ടാവും, ബസ് ഉണ്ടാവും, കാർ, ബസ് പൂർണ്ണമായിട്ട് നമ്മുടെ വായിലൂടെ ഭക്ഷണം തരും. ഉണ്ടാവും, 10 ഉണ്ടാവും, എന്തൊക്കെ കിട്ടണം വിഭവം എന്ന് പഠിത്തം എന്താണ് ഇതുവരെ പഠിത്തനോട് എന്താ നമുക്ക് ഒരു ദേഷ്യം, ഭക്തനോട് ദേഷ്യം തീർക്കുന്നത് പോലെ ഒരു 13 മണിക്കൂർ നമ്മൾ പട്ടിണി കിട്ടിയതിന് പകരം ചെയ്യുന്നത് പോലെ ഒരു പരിപാടിയാണ് നമ്മൾ നോമ്പ് തുറ. എന്തൊക്കെ വേജാറുള്ളത് പോലെ ആണ് കാട്ടിക്കൂട്ടുക. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് പച്ചവെള്ളം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സംശയവെള്ളത്തിൽ കുറച്ച് അധികം വെള്ളത്തിൽ കുറച്ച് വെച്ച് എന്ത് ചെയ്യുക, അതിനെ കാട്ടി വെക്കുക, ആ വെള്ളം ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് കയ്യിത്തപ്പയല്ല, കാരക്ക. നല്ല കാരക്ക, നല്ല ചവക്കമുള്ള പല്ലുകളുള്ള ആളുകൾ വാങ്ങേണ്ടത് കാരക്കയാണ്. നല്ല കാരക്ക. അതെന്ത് ചെയ്യുക, ഒരു കാരക്ക അല്ലെങ്കിൽ 3 കാരക്ക നല്ലപോലെ ചവച്ച് അതിന്റെ നീരിൽ നിന്ന് ആദ്യം വയറ്റിലേക്ക് ഇറങ്ങണം.
കാരണം 12 മണിക്കൂർ, ഏകദേശം 13ഓളം മണിക്കൂർ നമ്മൾ ആമാശയത്തെ കാലിയാക്കിയിട്ട് ആ കാലിലേക്ക് നേരെ നമുക്ക് ഭക്ഷണം കൊടുക്കൽ വേണ്ടത്. അതിലേക്ക് ഒരു നീരാണ് ചെല്ലുന്നത്. അതിലേക്ക് ഭക്ഷണം വരുന്നതിനുള്ള സിഗ്നൽ നമുക്ക് അവിടെ കൊടുക്കണം. ആ ആമാശയത്തെ നീളം ജപിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി പ്രോസസ്സ് നമുക്ക് അവിടെ കൊടുക്കണം, ഒരു സിഗ്നൽ അവിടെ കൊടുക്കണം. അങ്ങനെ അത് കഴിച്ച് കുറച്ച് പച്ചവെള്ളം കുടിച്ച് വേണമെങ്കിൽ ഒരു ജ്യൂസ്, അതായത് പിന്നെ നമ്മള് ചെറുനാഴ കൊണ്ട് വെള്ളം ഉണ്ടാക്കുന്ന ഒരിക്കലും അത്തരത്തിലുള്ള അതിന്റെ പുളിരുചിയുള്ള ഒരു ഭക്ഷണങ്ങളും നോമ്പ് തുറക്കുന്ന സമയത്തോ നോമ്പ് തുടങ്ങുന്ന സമയത്തോ നമുക്ക് കൊടുക്കാൻ പാടില്ല. അത്താഴത്തിന്റെ സമയത്തോ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തോ ഒരു കാരണവശാലും പുളിരുചിയുള്ള എന്ത് പയവർഗ്ഗങ്ങളോ എന്ത് സാധനം നമ്മൾ ഉള്ളിലേക്ക് പൊടിക്കരുത്, അങ്ങനെ കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇത് കഴിച്ചതിന് ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ സമയം കഴിച്ച് നിസ്സാരമണിക്കൂർ നമ്മുടെ നിസ്സാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ഭക്ഷണത്തിന്റെ കഷ്ണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജ്യൂസോ പുളിരുചി ഇല്ലാത്ത ജ്യൂസ്, മധുരം തന്നെ പഞ്ചസാര അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പച്ചക്കറികളൊക്കെ ഒരു ചക്കര ഉപയോഗിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്. കുടിച്ചു നോക്കിയിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. കുടിച്ചു കഴിഞ്ഞിട്ട് ഒഴിവാക്കുക. എപ്പോഴും ചക്കര ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നു, നല്ല ടേസ്റ്റാണ്. പ്രധാനമല്ല കഴിച്ചു നോക്കുന്നു. അപ്പൊ അറിയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. എന്നിട്ട് അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ശരിക്കും ഇത്രയേ ഉള്ളൂ നോമ്പിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. ഈ 2 നേരവും ഈ ഭക്ഷണം, ഇതാണ് നോമ്പിന്റെ ഭക്ഷണ രീതി എന്ന്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ സമയം എന്തും കഴിക്കാം. നമുക്ക് വേണ്ടി എന്തും കഴിക്കാം. ബിരിയാണി ആണ്, ബിരിയാണി കഴിക്കാം. പൊറോട്ട കഴിക്കാം. പൊറോട്ട ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നത് പറയാറുണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊന്നുമില്ല. കുറുവിൻ തൊയ്യപാടി മാ റസൂലിനാക്കും അല്ലാതെ നാം നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അതിന് കഴിയരുത്. അതിന് കഴിയുന്ന പക്ഷം നിങ്ങളുടെ മേൽ എന്റെ ശാപം വരുമെന്നതാണ്. എന്റെ ശാപം ആരുടെ മേൽ എല്ലാം അവൻ നാശത്തിലാണ്. ഞാൻ പറഞ്ഞതില്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിലുള്ള ആയത്താണ് നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത്. നോക്കുക, അതെന്താവും അത് എഴുതിയിട്ടുണ്ടോ? 81ാമത്തെ ആയത്താണ് എനിക്ക് തോന്നുന്നു. 20ാമത്തെ അധ്യായം തോന്നുന്നുണ്ട്. ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 20ാമത്തെ അധ്യായം 81ാമത്തെ ആയത്താണ് തോന്നുന്നുണ്ട്. അതിൽ വരുന്നതാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കും. പക്ഷേ നമുക്ക് പറയാനോ പുരോഗമിയോ, ഞാൻ നിങ്ങൾക്ക് വിശിഷ്ടമായ ഏറ്റവും നല്ല ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിച്ചു കൊടുക്കുക. അതിൽ നിങ്ങൾ അതിഥി കവിയരുത്, അമിതമാകരുത്. അമിതമായാൽ പഠിച്ചോണ്ട് ശാപം നമുക്ക് കിട്ടും. എന്താ ഭക്ഷണ ശാപം എന്ന് പറഞ്ഞാൽ? ശാപം കിട്ടും. അങ്ങനത്തെ ശാപം കിട്ടിയതിലേക്ക് നിങ്ങൾ നാശത്തിൽ നിങ്ങൾ വൈകല്യമാണ്, നിങ്ങൾ രോഗികളാവണമെന്ന് അർത്ഥം. ആ രോഗം രീതിയിൽ പടച്ചോനെ പറയുന്നത്. അപ്പൊ നമ്മുടെ രോഗം ഒരിക്കലും മാറില്ല. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവന്റെ രോഗം മാറില്ല. രോഗം കൊണ്ട് നമ്മളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയാം, ഒക്കെ നമുക്ക് രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ പടച്ചോനെ ഇല്ലാതെ പടച്ചോൻ പരീക്ഷിക്കാൻ പറ്റണം. പടച്ചോൻ നമ്മൾ പരീക്ഷിക്കാൻ നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ്. പടച്ചോൻ പറയുന്നത് വ്യക്തമായിട്ടുണ്ട്. ഖുർആനിൽ പറയുന്നത് മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാ നാശങ്ങൾക്കും കാരണം. ഞാൻ പറയുന്നത് എല്ലാം. അപ്പൊ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും ആ ശരീരത്തിൽ കിട്ടേണ്ട വിശ്രമവും ഉറപ്പും ശരിയായിട്ട് കൊടുക്കാത്തതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും കാരണമായതുമാണ്. അപ്പൊ നമ്മുടെ കൈകളെ നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഇങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറ്റി ശരീരത്തിലെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ രോഗമില്ലാതെ മരണം വരെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മരണം വരെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. എങ്ങനെ മരിക്കണം വെച്ചാൽ 2 രീതിയിൽ നമുക്ക് മരിക്കാം. 2 രീതിയിൽ മരണം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ ഏതായാലും ജനിച്ചു, ഇനി നമുക്ക് മരണം വരെ ജീവിച്ചേ മതിയാവും. ആ മരണം വരെയുള്ള ജീവിതം സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആരോഗ്യത്തോടെ ജീവിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ച് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ കുടുംബത്തോടെ ഒക്കെ തന്നെ ജീവിച്ച് നമുക്ക് മരിക്കാം. അങ്ങനെ മരണം 2 രീതിയിൽ മരണമുണ്ട്. ഒന്നെന്താണ് നല്ല മരണം ചീത്ത മരണം എന്ന് പറയും. എന്താണ് ഈ നല്ല മരണം ചീത്ത മരണം എന്ന് പറഞ്ഞാൽ? നല്ല മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ, അതായത് നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ കിടന്ന് മരിക്കപ്പെട്ടതും മരണം തിരിച്ചു വീട്ടിൽ നടക്കേണ്ടത് ഒക്കെ പറഞ്ഞോളിപ്പോ കുറെ വിഷയങ്ങൾ ഞാൻ അവർക്ക് വരുന്നില്ല ചിന്തിക്കുന്നു. അപ്പൊ മരണം നമുക്ക് എന്ത് ചെയ്യാം? നല്ല മരണമാണ് സ്വസ്ഥമായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് മരിക്കാൻ പറ്റും.
ഒരു പ്രയാസങ്ങളും ഇല്ലാതെ പിടിക്കാം. മറ്റേതുണ്ടായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായിട്ട് ഇടങ്ങേറായിട്ട് ഇങ്ങോട്ട് ശരീരത്തിൽ നിന്ന് ജീവനം ചെയ്യാതെ ജീവനോടെ നിൽക്കാൻ കഴിയാതെ ജീവനായി നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു പ്രയാസകരമായിട്ടുള്ളൊരു മരണം ഉണ്ടെങ്കിൽ 2 മരണങ്ങളുണ്ട്. ഒന്ന് സുഖമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആ ജീവൻ ചെയ്യാൻ പതുക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതി. രണ്ടാമത് എന്ത് ചെയ്യാൻ ആ ജീവനോടെ നിൽക്കാൻ കഴിയാതെ വേദനയും പ്രയാസത്തായിട്ട് ആ ജീവനെ ഈ ശരീരത്തിൽ നിൽക്കാൻ കഴിയാതെ അതിന്റെ ഈ ശരീരത്തിൽ ഇട്ടിട്ടൊരു ഓട്ടം ഓടിപ്പോകുന്ന പ്രയാസപ്പെട്ടിട്ട് നിരകിച്ചിട്ടുള്ള ഒരു മരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇങ്ങനെ 2 മരണങ്ങൾ അത് ഏത് വേണമെന്ന് തീരുമാനിക്കണം. നമ്മൾ സ്വന്തമായി നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളാണ് അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ്. നമ്മൾ ശരീരത്തിൽ കൊടുക്കേണ്ട ഈ രീതിയിലുള്ള ഭക്ഷണ രീതികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഞങ്ങൾ ഈ 11 മാസം പറയുന്നത് വിശക്കുമ്പോൾ ഉണ്ടാക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ചുമന്ന് വിശ്രമിക്കുക, രാത്രി കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ നോമ്പിൽ നമുക്ക് വരും. രാത്രി കിടത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മണി 10:30 വരെയൊക്കെ നമുക്ക് ആവാം തറാവീഹ് ഉള്ളതുകൊണ്ട് ആ തറാവീഹ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഭക്ഷണ രീതി ഉണ്ട്. അത് മാക്സിമം കുറക്കാൻ നോക്കുക, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ഈ 3 ഭക്ഷണ രീതിയാണ് നമുക്ക് ആകെ വേണ്ടത്. ആ 3 ഭക്ഷണ രീതി 4ാമത് ആ തറാവീഹിന് ശേഷമുള്ള ഒരു ഭക്ഷണം വേണമെങ്കിൽ മാത്രം അല്പം വേണമെങ്കിൽ അല്പം മാത്രം കഴിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നോമ്പിന്റെ ഭക്ഷണ രീതി ഇങ്ങനെ നോമ്പ് നോക്കിയാൽ നമ്മുടെ ശരീരം ചെയ്യും ശുദ്ധീകരിച്ച് നല്ല ആരോഗ്യത്തോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് നോമ്പിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഇങ്ങനെ നോമ്പ് വെച്ചാൽ ഉറപ്പായിട്ടും ഈ 30 ദിവസം നിങ്ങൾ നോമ്പ് നോക്കി നോക്കുക. പിന്നീട് ഇതേ രീതിയിൽ നിങ്ങൾ നോമ്പ് നോക്കുക. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഭയങ്കര ക്ഷീണിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാമോ നോമ്പ് നോക്കി നിൽക്കാൻ പറ്റുമോ, ഇത്ര ചൂടുകാലത്ത് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു വിവാദത്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല നമ്മളിപ്പോ ചെയ്യുന്നേക്കാൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ ഉണ്ടെങ്കിൽ അത്, മഴകളുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത്, എന്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പരിപൂർണമായിട്ട് മാറ്റിത്തരും ഈ ഒറ്റ മാസം കൊണ്ട് പരിപൂർണമായിട്ട് രോഗത്തെ മാറ്റി ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശരീരത്തെ ശുദ്ധീകരിച്ചു തരും ആ ഒരു നോമ്പെന്ന് പറഞ്ഞു. എല്ലാ മതത്തിലും എന്തുണ്ട്, നോമ്പുണ്ട്. എല്ലാ മതത്തിലും ദൈവം നോമ്പ് വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെ ശുദ്ധീകരിക്കാൻ. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് 11 മാസം കഴിയുമ്പോൾ 1 മാസം നോമ്പ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ശരീരത്തെ ശുദ്ധീകരിച്ചിട്ട് രോഗമില്ലാത്ത രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നോമ്പിന് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ നോമ്പിന് നമ്മൾ കൂലി കിട്ടണമെന്നുണ്ടെങ്കിലും ആ നോമ്പ് നോമ്പാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നോമ്പ് നോക്കണം. അല്ലാതെ നോമ്പിനെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് നമ്മൾ നോമ്പിനെ വേറൊരു തരത്തിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അതായത് ഞാൻ വെച്ചാണ് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ചികിത്സിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ വെച്ചാണ്. ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഒരു നെല്ലിന് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ എന്ത് ചെയ്യണം, അത് മുളച്ച് പൊന്തിയിട്ട് ചെടിയായിട്ട് വന്നിട്ട് ആ ചെടി ഇങ്ങനെ കേട്ട് വന്ന് അത് ചെടിയായി വലിയ ചെടിയായിട്ട് അതിന് 7 കതിരുകളുണ്ടാവും. ഓരോ കതിരിലും 70 ധാന്യമണികൾ ഉണ്ടാകും. അത് ധാന്യമണികൾ അങ്ങനെ 70 ധാന്യങ്ങളുണ്ടായി അതിന്റെ അത് പഴുത്ത് പാകമായി കൊയ്തെടുത്ത് നെയ്തെടുത്ത് അതിനെ പിന്നെ നെറ്റിയിലിട്ട് അതിനകത്തൊക്കെ കളഞ്ഞ് അത് അരിയാക്കി മാറ്റി ആ അരി എന്ത് ചെയ്യാറ് പിന്നീട് നമ്മൾ പല ആളുകളിലൂടെ വന്ന് നമ്മുടെ മുന്നിലെത്തി അത് നമ്മൾ ചെയ്ത് വൃത്തിയാക്കി ഭക്ഷണമാക്കി പാകം ചെയ്ത് നമ്മുടെ മുമ്പിൽ വരിക. വന്നിട്ട് നമ്മൾ അതിനൊരു അല്പം കഴിച്ചിട്ട് നമ്മൾ അതിനോട് പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയുക, ബാക്കി വെച്ചിട്ട് ഈ വേസ്റ്റ്. അപ്പൊ അത് നമ്മളോട് നടക്കുന്ന ഒരു ചോദ്യം നമ്മൾ കേൾക്കുന്നില്ല. ആ ഭക്ഷണങ്ങളെ വെച്ച് ഞാൻ ഇന്നോട് എന്ത് തെറ്റാ ചെയ്തത്, എന്റെ കൂടെ വന്നവരൊക്കെ നീ ഭക്ഷണമായി കഴിച്ചു, ഞാൻ ഇന്നോട് എന്ത് തെറ്റാ ചെയ്തത്, ഇന്ന് വേണ്ടെന്ന് പറയാൻ ഞാൻ ഇന്നോട് എന്ത് തെറ്റ് ചെയ്തു, ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. നാളെ പഠിത്തം നമ്മളോട് ഇന്നത് ചോദിക്കുന്നത് നോക്കിയാൽ അതിന് ആ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ പഠിത്തം നാളെ ചോദിക്കും നമ്മളോട്. നാളെ ചോദിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം എടുക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. ഓരോ അരിമണിയെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ വേസ്റ്റ് എന്നുള്ളത് ആ ഭക്ഷണത്തെ ഒരിക്കലും പറയാൻ പാടില്ല. ആ അരിമണി എങ്ങാനും ആ നെൽമണി എങ്ങാനും ഒരു വിത്തായിരുന്നെങ്കിൽ ഒരുപാട് വിത്തുകളായിരുന്നു ഉണ്ടാകുമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് വീണ്ടും ഭക്ഷണമായിട്ട് അത് മാറുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ നമ്മുടെ ഭക്ഷണമായിട്ട് നമുക്ക് ഭക്ഷണമായിട്ട് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാനുള്ള പാകപ്പെട്ട് നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ അതിനെ കഴിക്കാതെ മാറ്റി വെച്ചിട്ട് വെച്ചാൽ അത് ഭക്ഷണങ്ങൾ ഒരിക്കലും പായാക്കരുത്. നല്ലപോലെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കുകയും വേണ്ടത് മാത്രം കഴിക്കുകയും
ബാക്കിയുള്ളതിന് അതിൻ്റെതായ രൂപത്തിൽ അതിന്റെ ബാക്കിയുള്ള മൃഗങ്ങൾക്കൊക്കെ അത് വേസ്റ്റാകാത്ത രൂപത്തിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുള്ളത്. അതിനോട് കൂടെ ഞാൻ പറയാണ്, നല്ല വെയിലാണ്, പ്രപഞ്ചത്തിൽ എന്താണ് വരൾച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീടുകളിലൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം. പല ജീവികളുണ്ടാവും വെള്ളം കിട്ടാത്ത ജീവികളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്മയാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിയത്ത് ചെയ്യണം. ഇന്നമല്ല അന്മാർ എംഎൽഎകൾ സ്വീകരിക്കപ്പെടുന്ന നിയത്തുകളെ കൊണ്ടാണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ എംഎൽഎകൾ സ്വീകരിക്കപ്പെടുന്ന നിയത്തുകൾ അപ്പൊ നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചികിത്സ ചെയ്യുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത്, നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും അതെല്ലാം എംഎൽഎകളായി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നിയത്ത് വേണം. എണീക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? ഒരു നിയത്ത് വെക്കുക. ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും എന്റെ ദൈവത്തിന്റെ പേര് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് രൂപ കൊടുക്കുന്നതോ, ബസ്സിന് കൊടുക്കുന്നതോ, ഓട്ടോക്ക് കൊടുക്കുന്നതോ എല്ലാം ഉണ്ടാവും നമ്മളുടെ നന്മയായിട്ട് മാറും. ഇങ്ങനത്തെ രൂപത്തിൽ എന്ത് ചെയ്യാണ്? നമ്മളെന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങൾ, കർമ്മങ്ങൾ നമ്മൾ ശരിയാക്കണം. അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് എല്ലാവർക്കും സഹായിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറണം. ഒരേ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സഹവസിക്കുമ്പോൾ അവരോട് സന്തോഷത്തോടെ, സമാധാനത്തോടെ, നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ അവരെ കൈകാര്യം ചെയ്യാനും നമ്മൾ പഠിക്കണം. ആ പഠിക്കാനല്ല നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയമത്തൊക്കെ നമ്മൾ പറഞ്ഞ പരദോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചു ഒരിക്കൽ നമുക്ക് മരണമുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റും നിന്നിട്ട് ഒരുപാട് പേര് ചിരിച്ചിട്ടുണ്ട്. നമ്മൾ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മുടെ ചുറ്റും നിന്നിട്ട് ഒരുപാട് പേര് ചിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മൾ മരിക്കണം. ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നിന്നിട്ട് ഒരുപാട് പേര് കഴിയണം. നമ്മൾ ആലോചിച്ചിട്ട് അവർ കേൾക്കണം, എന്ത് നല്ല മനുഷ്യനായിരുന്നു, എന്തെല്ലാം ഉപകാരങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളാണല്ലോ മരിച്ചത്. അവന്റെ ആ ഒരു ജീവൻ കൊണ്ട് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്. എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്തിരുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഇവിടുന്ന് വിട്ടുപിരിഞ്ഞ് പോയത് എന്ന് നമ്മൾ പറയിപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത്. മറ്റുള്ള ജീവികളോട്, അതായത് എല്ലാ ജീവികളോടും ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യർക്കും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും സംസാരത്തിലും ഒക്കെ നമ്മൾ നന്മകൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രാർത്ഥനമാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെന്നല്ല. അതൊക്കെ നമ്മൾ പറയേണ്ടത് അവസാനമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ആദ്യം നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഇതുപോലെ തന്നെ നമ്മളെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ ബഹുമാനിച്ചവർ, അങ്ങനെ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ, നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ, നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ടോ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ, ഒന്നും വേണം നമ്മൾ മുന്നിട്ട് വരുന്ന നമുക്ക് വാഹനത്തിൽ നമ്മൾ കൊണ്ടുവന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് വാഹനം ഉണ്ടാക്കിയ ആളുകൾ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളുകൾ, കൃഷി ചെയ്ത ആളുകൾ, അതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നെന്ന് മരിച്ചുപോയ അവരുണ്ട്. അവർക്കൊക്കെ നന്മകൾ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. അതായത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് നന്മകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, സമ്പത്താണ് ആവശ്യമുള്ളത്, മറ്റുള്ള കുടുംബജീവിതം, മറ്റുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, അതൊക്കെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനയും ഒക്കെ നമ്മൾ ചെയ്യുക. മാക്സിമം നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റും, സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രവർത്തനം മറ്റുള്ളവർ ചെയ്തു കൊടുക്കാൻ പറ്റാൻ നമുക്ക് ഒരു കല്യാണ സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊക്കെ നമ്മളെ കൊണ്ട് കഴിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതുപോലെ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രാർത്ഥന കൊണ്ട്, ഒന്നുമല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവർ സഹായിക്കാൻ പറ്റും. നമ്മുടെ നാവ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് നല്ല മരണത്തിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. എന്റെ മുമ്പിൽ വരുന്ന രോഗികൾ, എന്റെ അധ്യാപകർ, എന്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ബഹുമാനിച്ചവർ, എന്റെ അടുത്ത് വരുന്ന രോഗികൾ, അവർക്കൊക്കെ സന്തോഷം, സമാധാനം, ആരോഗ്യം, കുടുംബജീവിതം, എല്ലാവരുടെ അനുഗ്രഹവും സാമ്പത്തിക ഭദ്രതയും നൽകണേ പടച്ചറബേ എന്നുള്ളതാണ് എന്റെ ഏത് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നിങ്ങളും എനിക്കും എന്റെ കുടുംബത്തിനും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. എനിക്ക് നന്ദി. അസ്സലാമു അലൈക്കും.